ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സാർ, ഹലോ സാർ, നമസ്കാരം സാർ. ഞാനൊരു നേഴ്സാണ്, സ്റ്റാഫ് നേഴ്സാണ്. ഒരു നേഴ്സിംഗ് കുടുംബത്തിൽ വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അച്ഛനൊഴികെ ബാക്കി എല്ലാവരും എൻ്റെ വീട്ടിൽ നേഴ്സാണ്. അപ്പം ഞാൻ അവിടെ ചോദിക്കാൻ കാരണം, ഭരണപക്ഷത്തിരിക്കുന്ന ഒരു മന്ത്രി പങ്കെടുത്തൊരു പരിപാടിക്ക് മറുനാടൻ മലയാളി എന്നൊരു ചാനൽ മാത്രം റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ഒരു ഖേദകരമായ അവസ്ഥ ഞങ്ങളിവിടെ നേരിട്ടിപ്പോൾ. അപ്പം ഞങ്ങൾക്ക് എത്രത്തോളം അവഗണന നേരിടുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ആരായാലും, ഇപ്പോൾ ജിൻഡോ സാറായാലും ഉല്ലാ സാറായാലും ആരായാലും മുഖ്യധാരാ മാധ്യമങ്ങളിലെ സംവാദ മുഖങ്ങളാണ്, ഫ്രെയിമുകളാണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാനും കോൺഗ്രസ്സുകാരനാണ്, ഞാൻ യൂത്ത് കോൺഗ്രസ്സുകാരനാണ്. ജിൻഡോ സാറിനെ കഴിഞ്ഞ തവണ കൂടെ പടവ് പരിപാടിയിൽ നമ്മൾ പങ്കെടുത്തപ്പോൾ കണ്ടിട്ടുണ്ട്. അത് ചോദിക്കാൻ കാരണം, കേവലം തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാവുന്ന ഒരു പ്രകടന പത്രികയിൽ ഒതുങ്ങാനുള്ള വാഗ്ദാനം മാത്രമായിട്ട് ഞങ്ങളുടെ ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞ് വന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിന് ഒരാളും ഊന്നൽ കൊടുക്കാതെ, അതിന്റെ ഫോളോ അപ്പ് ഇല്ലാതെ ഇതും തേഞ്ഞു മാഞ്ഞു പോയി വർഷങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഞങ്ങൾ ഇനി വരുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യത്തെ സംശയം. കാരണം എന്താ വെച്ചാൽ, ഇത്രയും ചാനലുകൾ ഇവിടെ ഇല്ല എന്നതും ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയിട്ടും ഒരു ചാനലുകളും 24 ആയാലും റിപ്പോർട്ടർ ആയാലും ശരി, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ ഏതും ആയിക്കോട്ടെ, ഒരു മറുനാടൻ്റെ മൈക്കല്ലാതെ വേറൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഇത്രയും ചാനലുകൾ ഇവിടെ ഇല്ല എന്നുള്ളതിന് തന്നെ ഉത്തരമായ തെളിവാണ് ഞങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന അവഗണന. ഇവിടെ ആരൊക്കെ നന്മമരം ചരിഞ്ഞാലും ആരോഗ്യ പ്രവർത്തകർക്കെതിരെ കൂടെയാണ് നിങ്ങൾ, ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയാണ് നിങ്ങൾ ശബ്ദമുയർത്തുന്നത്. പരിപാടികളിൽ ഇരുന്ന് എന്തൊക്കെ പറഞ്ഞാലും ഈ ഇത്രയും ആൾക്കാർ ഇവിടെ വരാതിരുന്നതിൽ തന്നെ ഇതിന്റെ ബാക്കിലുള്ള PR വർക്കും ഇതിന്റെ ബാക്കിൽ നിങ്ങൾ പൈസ കൊടുത്തിട്ടും മാനേജ്മെന്റിൽ നിന്ന് പൈസ വാങ്ങിയിട്ടും വരാതിരിക്കുന്നതിന്റെ അവസ്ഥ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ പൊട്ടന്മാരാക്കാൻ നോക്കണ്ട. അപ്പൊ ആകെ പറയാനുള്ളത്, ഇപ്പോൾ ഇത് ഒരുപക്ഷെ ഭരണപക്ഷത്തിന് എതിരാവും എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പരിപാടികൾ ഇവിടെ ഒരു മാധ്യമ ശ്രദ്ധയിലേക്ക് എത്താത്തത്. കാരണം ഇത്രയും ആൾക്കാർ ആരോഗ്യരംഗത്തിന് എതിരായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണല്ലോ. ഇത്രയും ആൾക്കാർ കൂടിയ പരിപാടി, അയ്യപ്പ സംഗമം നടന്നിട്ട് കൂടെ എത്ര ആൾ വന്നിട്ടില്ല, ഒഴിഞ്ഞു കിടക്കരുത് ചേര്. അപ്പൊ ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളെ സർക്കാരിനെതിരായി പോവോ എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എത്ര മുഖ്യധാര ചാനലുകളൊന്നും ഇതിലേക്ക് വരാത്തത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ഈ ചാനലുകളൊന്നും വരില്ല എന്ന ഒരു കാര്യത്തിന് അതിന്റെ ബേസിസിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും ഞങ്ങളിവിടെ ശബ്ദം ഉയർത്തി ഇത്രയും പറഞ്ഞിട്ട് ഇത് ആളുകളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ആളുകൾ കാണുന്നില്ല, ഈ ചാനലുകൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിലൊന്നും നടക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളിവിടെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഞങ്ങളിവിടെ പറഞ്ഞത് ഇവിടെ തീർന്നു പോകണം, ആരും ശ്രദ്ധ ആകർഷിക്കുന്നില്ല, ഈ ചാനലുകളിലൊന്നും വരുന്നില്ലെങ്കിൽ പിന്നെ എന്താ ഞങ്ങൾ ഈ ചെയ്യുന്നതിനുള്ള കാര്യം? അപ്പൊ ഏത് തരത്തിലായാലും എന്ത് തരത്തിലായാലും ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളത് ആദ്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ആരോഗ്യത്തിന് വേണ്ടി, മറ്റുള്ളവർ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് സ്വയം ആരോഗ്യം ക്ഷയിക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ. എനിക്ക് വലുതായിട്ട് ആരോഗ്യ പ്രവർത്തനം ചെയ്തിട്ടുള്ള അതിനുള്ള പ്രവൃത്തി പരിചയം ഇപ്പൊ പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷെ എൻ്റെ അമ്മ 37 വർഷം ഗവൺമെന്റിൽ സർവീസ് ചെയ്ത് റിട്ടയർ ആയ ആളാണ്. ജില്ലാ നഴ്സിംഗ് ഓഫീസറായിട്ട് റിട്ടയർ ആയത്. ചേച്ചിയായാലും ചേട്ടനായാലും അനിയത്തിയായാലും എല്ലാവരും നേഴ്സാണ്. ഇനി ഏട്ടൻ കല്യാണം പോയി കഴിക്കാൻ പോകുന്ന നേഴ്സാണ്. കുടുംബം മൊത്തം നേഴ്സാണ്. അച്ഛനൊഴികെ ബാക്കി എല്ലാവരും നേഴ്സാണ്. അപ്പൊ അമ്മേന്റെ കാല് വരിക്കോസ് വെയിൻ എന്ന് ചീഞ്ഞ് പഴുത്ത് നടക്കുന്നതും അമ്മ ഇതിനു വേണ്ടി നടക്കുന്നു. ഞാൻ അത് കണ്ടിട്ടുള്ളതാണ്. വരിക്കോസ് വെയിൻ ആയാലും പല അസുഖങ്ങളായാലും ത്രോംബോഫിസായാലും എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടി അമ്മ മെഡിസിൻ എടുത്ത് കഷ്ടപ്പെട്ട് ഞങ്ങളെ കുടുംബം പോറ്റിരുന്നു. ഞാൻ കണ്ട് വന്ന കാഴ്ചയാണ്. അപ്പോൾ ഒരു ഇൻഷുറൻസോ, ഒരു കുട്ടി, സാധാരണമായ ഒരു കുട്ടി പുറത്തു പോയി പഠിച്ചു വന്ന് ലക്ഷങ്ങൾ ലോൺ എടുത്തിട്ട് ഇവിടുത്തെ സർക്കാർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 20,000 15,000 ആയിരുന്നു. ഇപ്പോഴും 15,000 14,000 ജോലി ചെയ്യുന്ന പിള്ളേരുണ്ട്. അതിന് ലോണും അടച്ച് ഒരു 5-6 വർഷം പ്രവർത്തിക്കുമ്പോഴേക്കും പണിയെടുക്കുമ്പോഴേക്കും കല്യാണം കഴിച്ചു വിട്ട് ഒരു സമ്പാദ്യം ഇല്ലാണ്ട് അവർ ആരോഗ്യം ക്ഷയിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കേവലം ഒരു വാഗ്ദാനം ആവാതെ വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകുന്ന രീതിയിൽ എന്തെങ്കിലും ഈ ചാനലിൽ കാണാൻ പറ്റുമോ? അതായത് ഇത്ര ശമ്പളം തരും എന്നുള്ളത്. അതിലും വരും സർക്കാരായിക്കോട്ടെ, ഞാൻ ഉദ്ദേശിക്കുന്ന സർക്കാരായിക്കോട്ടെ, ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ സർക്കാരായിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, വരുന്നത് എന്തായാലും ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട് മേ ബി മാറിയേക്കാം. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ പറയുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ട് ഇത് നടപ്പിലാക്കും എന്നൊരു ഉറപ്പ് തരാൻ ഈ പറയുന്ന ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ ഉടനെ അടുത്ത ചാനൽ ചർച്ചകൾ ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.